ഹലോ ഫ്രണ്ട്സ്, മഴതൊരു മൊബൈൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയും ബാലചന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ എന്തിനാ ആവശ്യമില്ലാതെ അവർ പിടിച്ചിട്ടേക്കുന്നത്, എന്തിനാ? കാരണം അവൻ ഒരു കുറ്റവാളിയല്ലല്ലോ, അവൻ നിരപരാധിയാണ്. ഇപ്പം ഓൾറെഡി ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛാ അതങ്ങനെയാണ് സമൂഹത്തിൽ. കാരണം ഇപ്പോൾ അവർ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൊലിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ പ്രതിയാക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, എന്നാൽ എൻ്റെ മോനോട് എന്തിനാ? കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അവൻ ഈ തെറ്റ് ചെയ്യാതെ തെറ്റിന് അവൻ അവിടെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ചോദിക്കുമ്പോഴത്തേക്ക്, അച്ഛൻ ഒത്തിരി രാഷ്ട്രീയക്കാരുമായിട്ടും പോലീസുകാരുമായിട്ടും പല ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഞാൻ ചെയ്തത് തെറ്റോ? ഇല്ല, ഞാൻ എന്ത് കാണിച്ചിട്ടാണ്? ഞാനിപ്പം അവരുടെ ഇംഗിതത്തിനനുസരിച്ച്, അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ മാക്സിമം ശ്രമിച്ചു. അച്ഛനറിയാലോ, ഞാനിപ്പോൾ അവിടെ പോയിട്ട് അവളെ ക്യാൻവാസ് ചെയ്ത് മാറ്റണമെന്നൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പ്രാവശ്യം പോകുന്ന അവൾ ഓൾറെഡി സത്യം പറഞ്ഞുകൊണ്ട് എങ്ങനെയും നമ്മുടെ രോഗത്തിനെയും കൂടി ഇറക്കണം എന്നുള്ള ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല ഈ പ്രാവശ്യം. അതായത് ആ ഓമനക്കുട്ടി ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർ അച്ഛനോടെന്നല്ല വീട്ടിലെല്ലാം അവതരിപ്പിച്ചു. അങ്ങനെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ എന്നെ അവരവിടെ ഇറക്കി വിട്ടേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആട്ടെ, ഞാൻ എൻ്റെ മോനെ ഏതറ്റം പോയിട്ടാണെങ്കിലും ഞാൻ രക്ഷിച്ചേ പറ്റൂ, രക്ഷിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ സംഭാഷണം അങ്ങനെ കഴിയണം. അടുത്ത കാണിക്കുന്ന നമ്മുടെ ഒരു അലീന നമ്മുടെ രേവതിയെ വിളിക്കുകയാണ്, രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടി ഒരുപാട് നാൾ കൂടി വിളിക്കുകയാണ്. രേവതിക്കുട്ടി എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാണ്ട് ചോദിച്ചു, നല്ല വിശേഷം. ഇവിടെ എന്ത് വിശേഷം? ഇവിടെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു. അവിടെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ശരണയെ കാണാൻ പറ്റുന്നു. ആണോ? എന്നിട്ടോ എന്തായി? ഞാൻ ശരണയെ കണ്ടു, സംസാരിക്കാൻ ഇന്ന് പറ്റിയില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംസാരിച്ചു. ഞാൻ അവളെ പുറത്തൊക്കെ കൊണ്ടുപോയി ആഹാരം കഴിപ്പിച്ചു. അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി, പുറത്തെന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിനൊക്കെ പോയാണ്. അല്ല, ഞാൻ അവളുമായിട്ട് അമ്പലത്തിലൊക്കെ. ആണോ? വളരെ സന്തോഷം. എന്നിട്ട് എന്താ വേറെ വിശേഷമൊക്കെ എന്താ? അതെ, അന്ന് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടെ രോഹിത് കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെ പറഞ്ഞു. അതെ, കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഇപ്പം എന്താ ചെയ്യാൻ? അതിപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രോഹിത് ഇറങ്ങുമല്ലോ. ഇല്ല, ഒരു പ്രശ്നമുണ്ടെന്ന്. അന്ന് ഓമനക്കുട്ടെന്ന് പറഞ്ഞ അവരുടെ ആങ്ങളെ ഉണ്ടായിരുന്നു. അന്ന് അവൻ കണ്ടിട്ട് പുറത്ത് പോയി ആൾക്കാരോട് പറഞ്ഞതുകൊണ്ട്, കാരണം ഇനിയിപ്പം അവനെയും കൂടെ പ്രതിപ്പട്ടി ചേർത്ത് കുറ്റവാളിയാക്കിയിട്ട് ശിക്ഷ മേടിച്ച് കൊടുക്കാനുള്ള അവരുടെ എല്ലാം പ്ലാന്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അല്ല, ഞാൻ അവിടെ പോയാൽ ശരിയാകത്തില്ല എന്ന് അവർ കണ്ടിട്ട് അവരെല്ലാം ഇപ്പം ഞാൻ പോകുന്നോണ്ട് തടയുന്നുണ്ട്. ഇന്ന് ഞാൻ പോയിട്ടാണ് തടഞ്ഞു. എന്നെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. ഞാൻ അവളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്യുക എന്നുള്ള തോന്നലൊക്കെയാണ് അവർക്ക്. അതുകൊണ്ട് ആ നാട്ടുകാരും വീട്ടുകാരും പിന്നെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചില്ല എന്നുള്ളതുകൊണ്ട് എന്നെ കൈ പിടിച്ച് എന്നെ പുറത്തോട്ട് വലിച്ചെറിയുന്ന ഇതിലുള്ള പ്രവൃത്തിയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് പിന്നെ അവളും വന്ന് കൈകൂപ്പി നിന്നുകൊണ്ട് ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ആണോ ചേച്ചി, എന്തെങ്കിലും ചെയ്യണം ചേച്ചി, പിന്നെ ആപത്തിലൊന്നും പോയി ചാടരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും കണ്ട് ഇനി ചെയ്താൽ മതി. പോലീസുകാരോ അല്ലെ പത്രപ്രവർത്തകരായിട്ടൊക്കെ. പത്രപ്രവർത്തകരോട് എന്നാ ചെയ്യാനാ? അവർക്ക് പറയുമ്പോഴത്തേക്ക് ഒരു കേസ് കിട്ടി 16 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിച്ചെന്ന് ഞാൻ ആരും കാണത്തില്ല, കേൾക്കത്തില്ല. ഒരു 10,000 പേര് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാർ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവർ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകും. ഏത് എന്നാ ആൾക്കാർ കാണാൻ വേണ്ടി ഇൻവോൾവ് ആകും. അതുപോലെയാണ് കേസിന് കൂടുതൽ പൊലിമ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 10-16 പേരെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. അതുപോലെ ഇപ്പം 3 പേരല്ല 4 പേര് ആകുമ്പോഴത്തേക്ക് ആ കേസിന് ബലം കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ പത്രപ്രവർത്തകരും വരെ സഹിതം എല്ലാം എഴുതി പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. ഒന്നും ഇതിൻ്റെ അകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മോളെ എന്ന് പറയുമ്പോഴത്തേക്ക്, ചേച്ചി എന്തെങ്കിലും കാണിച്ച് രോഹിത്തിനെ പുറത്തിറക്കുക എന്നുള്ളതിന് ഞങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് മോളെ, നോക്കുന്നുണ്ട്. അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്, അച്ഛനെ സംസാരിക്കുന്നുണ്ട്, അച്ഛന് ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വേറെ വിശേഷമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അതിന് അടുത്ത് കാണിക്കുന്ന DYSP പറയുന്നുണ്ട്, ഒരു DYSPക്ക് ഒരു കോൾ വരുന്നതാണ്. എന്താ പറയുക, ഞങ്ങളുടെ ഡ്യൂട്ടി, അതായത് പോലീസുകാരുടെ ഡ്യൂട്ടിയും രാഷ്ട്രീയ പ്രവർത്തകർ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ഈ DYSPയെ കാണാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകരും പിന്നെ ആ സംഘടന ആളും ശരണയുടെ
അച്ഛനും വന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ വന്ന ഉദ്ദേശിച്ചത്? സാറേ എന്നെ പോലെ അലീന വന്ന് ഞാൻ വീട്ടിലെ വേലക്കാരി വന്ന് ഒരു കാണാൻ സുന്ദരിയായിട്ടുള്ള, അതായത് അവൻ്റെ നമ്മുടെ ബാലചന്ദ്രൻ്റെ ഒരുപാട് പെമ്പിള്ളാരുണ്ട്, അതുപോലെ ഒരു സുന്ദരിയാണ് അലീന. അവൾ വന്ന് കാശും പണവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്ന് കീഴ്പ്പെടുത്താൻ വേണ്ടി, അല്ലാതെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ കേസ് അട്ടിമറിക്കാൻ നോക്കുന്നുണ്ട് സാറേ എന്ന് പറയാൻ. അത് നിങ്ങളെന്താ അങ്ങനെ പറയാൻ കാര്യം? അല്ല, അവൾ വന്നു, ഞങ്ങൾ അവളെ തടയുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബക്കറ്റ് പിരിവും ഗുണ്ടായുസവും കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെ. കാരണം ആ കേസിൽ ഞാൻ അറിയാണ്ട് വായിന്ന് പോയത്, ശരണയുടെ വായിന്നൊരു വാക്ക് പോയായിരുന്നു, ഈ ഇന്ന പോലെ ആ കൊച്ച്, അതായത് രോഹിത് തെറ്റുകാരനല്ലെന്നൊരു വാക്ക് പോയായിരുന്നു. അതിൽ പിടിച്ച് നിങ്ങൾ തൂങ്ങുന്നത്. കാരണം ഇപ്പം ആ കൊച്ച് അഥവാ മൊഴി മാറ്റി പറയാണ് രോഹിത് കുറ്റക്കാരനല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള തോന്നലുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിരപരാധി കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ ആ നിരപരാധി രക്ഷിക്കപ്പെടണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കില്ലല്ലോ. സാർ അങ്ങനെ ഒന്നുമില്ല, അത് അവൾ അറിയാണ്ട് പറഞ്ഞു പോയതില്ല. നാളെ ഇത് തെളിയിക്കപ്പെടുകൊണ്ട് നിങ്ങളെല്ലാവരും കുടുങ്ങുകയും ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് ഉടനെ അച്ഛൻ പറയും, സാറേ അവളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇവള് വീട്ടിൽ വരിക, കാര്യങ്ങളൊക്കെ ചെയ്യുക, സംസാരിക്കുക, അവൾ ആഹാരം കഴിവ് കൊടുക്കുക, പുറത്ത് കൊണ്ടുപോവുക. അതൊക്കെ ചെയ്യേണ്ട ഒരു നല്ല കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അത് പുറത്ത് കൊണ്ടുപോവുക, അവളെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് വരുത്താനും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ആ പെങ്കൊച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നന്ദിയല്ലേ പറഞ്ഞല്ലോ. സാർ അതിൻ്റെ കാര്യമൊന്നുമില്ല, കാരണം നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടും, അവൾക്ക് ഞങ്ങൾ പിരിവ് നടത്തി അവൾക്ക് സാമ്പത്തികമായിട്ട് അവളെ ഉയർച്ചയിലെത്തിക്കാനുള്ള എന്തെങ്കിലും കാണിച്ചു, നീയൊക്കെ എന്തെങ്കിലും കാണിച്ചു. ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻവോൾവ് ആകരുത്, എന്നെ ഇൻവോൾവ് ആക്കരുത്. കാരണം അവൻ കുറ്റക്കാരനല്ല എന്നുള്ള രീതി തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറ്റവാളികളാകും എന്നുള്ള രീതി പറയുകയാണ്. അപ്പോൾ ശരി സാറെന്ന് പറഞ്ഞ് അതിങ്ങനെ അത് വിട്ടുപോകണം. അതിന് അടുത്ത് വൈജയെ കാണിക്കുന്നത്. വൈജയെ ആശുപത്രി കിടക്കുമ്പോഴത്തേക്കും മറ്റേ ബേബിയും വേറെ ആളും കൂടെ കയറി വന്നിട്ട് മാഡം ഇന്ന പോലെ ഒരു ആളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മാത്രമല്ല ഹൗസ് ഓണറുണ്ട്, എൻ്റെ ഫോണിൽ ഡിസ്പ്ലേ അത്ര പോരാ, അതുകൊണ്ട് നല്ലൊരു ആൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ആൾ, ഇതാണ് മാഡത്തിന് എനിക്കറിയാമെന്ന് പറയാം. എങ്ങനെ അറിയാം? മാഡത്തിൻ്റെ ബാങ്കിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്തിന്? ഞാനൊരു ഹൗസ് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് മാഡം അത് സാങ്ഷനാക്കി തന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിനങ്ങനെ സാങ്ഷനാക്കി തരാനുള്ള ചാൻസ് ഉള്ളല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല, അതായത് എനിക്ക് വഴി പോരാ എന്നുള്ള രീതിയിൽ പറഞ്ഞ് സാങ്ഷനാക്കി തന്നില്ല. പക്ഷേ അവിടെ ഒരു ടിപ്പർ വരെ കയറി പോകാനുള്ളൊരു വഴിയുണ്ട്, അത്രയും രീതിയിൽ ഒരു വഴിയാണ്. പക്ഷേ അത് വഴിയില്ലയെന്ന് പറഞ്ഞ് നിങ്ങളത് ഇല്ലാതാക്കി കളഞ്ഞിട്ട് എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പം അങ്ങോട്ട് കയറി പോകാനോ അല്ല, അങ്ങനെ നിങ്ങൾ ലോൺ സാങ്ഷൻ ആക്കാതെ വിട്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, മാഡത്തിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പം ഒരു വിളറിയ മുഖത്തോടെയാണ് നമ്മുടെ വൈജി നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് കാര്യം, മാഡത്തിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ തൻ്റെ ഫോണിൽ ഫോട്ടോ കാണിച്ച് അതിൻ്റെ അകത്ത് ഗ്യാസ് സിലിണ്ടർ, അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. അപ്പം ഇതാണ് വീട് ഇഷ്ടപ്പെട്ടത്. വീട് ഇഷ്ടപ്പെട്ടു. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് 1,20,000 മാസം വാടക കുറവാണ്, പക്ഷേ അഡ്വാൻസ് 1,00,000 രൂപ തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇത്തിരി കൂടുതലല്ല, സാധാരണ 3 മാസത്തെ അല്ലേ എടുക്കാറുള്ളൂ പറയുമ്പോഴത്തേക്ക് സാധാരണ 3 മാസത്തെയാണ്, പക്ഷേ എനിക്ക് 5 മാസത്തെ വേണമെന്നുള്ള രീതി പറഞ്ഞ് പറഞ്ഞു. ശരി എന്തെങ്കിലും ആട്ടെ, വീട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തരാം എന്നുള്ള രീതി പറഞ്ഞ് വിടുന്നുണ്ട്. അതിനടുത്ത് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാൽ ബേബി പറയുന്നുണ്ട്, മാം അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എവിടെ ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് തരാൻ പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ അതൊന്നും പറ്റത്തില്ല മാം, എൻ്റെ ഗൂഗിൾ പേ ഉണ്ട് നമ്പർ അറിയാമല്ലോ, ആ നമ്പറിലേക്ക് ഒരു 10,000 രൂപ ഇട്ടേക്ക്, മൊത്തം 20,000 രൂപ. 20,000 രൂപ? അതെ, ഒരു മാസത്തെ റെൻ്റ് സാധാരണ ഞങ്ങൾ മേടിക്കാറ് എന്ന് പറയുന്നുണ്ട്. ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, അപ്പം നീ അവിടെ നിന്ന് മേടിക്കാറില്ലെന്ന് ചോദിക്കും. അതായത് പുള്ളിക്കാരൻ്റെ അടുത്ത് മേടിക്കാറില്ല. മാം അതിനെക്കുറിച്ചൊക്കെ എന്തിനു ചിന്തിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. മാം ഞാനിത് കൊടുക്കാനാ അവിടെ നിന്നും ചിലപ്പോൾ മേടിക്കും, ഇവിടെ നിന്ന് മേടിക്കും, പക്ഷേ അത് എൻ്റെ ഡ്യൂട്ടി അല്ലേ, എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. മാം അതിനെക്കുറിച്ച് ചിന്തിക്കണം. മാം തരാനുള്ള 10,000 ഇപ്പോൾ തന്നിട്ട് ഇപ്പോൾ അയച്ചേക്ക്, ബാക്കി 10,000 എഗ്രിമെൻറ്റൊക്കെ എഴുതി കഴിഞ്ഞ് തന്നാമെന്നുള്ള ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ലാസ്റ്റ് സീൻ കാണുന്നത്. അപ്പം വ്യൂവേഴ്സ്, നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. താങ്ക് യു.